കരുവന്നൂർ വാർത്തകളിലേക്ക് ഒന്ന് പോകണം. സഹകരണ ബാങ്കിലെ കള്ളപ്പണ തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇന്ന് ED വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇത്. ഡാനി പോൾ ചേർന്നു. ഡാനി, ഇന്നലെയും CPM ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. CPM നേതാക്കളുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ആരാഞ്ഞത് എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ നേതാക്കളെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇനിയുള്ള നീക്കം എന്താണ്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് MM വർഗീസിനെ നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ്. തുടർച്ചയായി ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ നാളെയാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. ഔദ്യോഗികമായിട്ട് തന്നെ നാളെ ഹാജരാകാനായിട്ട് MM വർഗീസിനെ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. 4ാം തവണയാണ് MM വർഗീസിനോട് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്താൻ പറയുന്നത്. 4ാം തവണയായിരിക്കും അദ്ദേഹം ഹാജരാകുകയാണെങ്കിൽ തുടർച്ചയായി 4ാം തവണയാണ് ചോദ്യം ചെയ്യുക എന്നത്. നേരത്തെ ചോദ്യം ചെയ്ത CPM പ്രാദേശിക നേതാക്കളായ MP രാജു ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ആ ഭാഗത്തെ മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് MP രാജു. അതോടൊപ്പം തന്നെ പീതാംബരൻ കരുവന്നൂർ സഹകരണ ബാങ്കിലെ മുൻ വൈസ് പ്രസിഡന്റാണ്. ഇവരുടെ രണ്ടുപേരും ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നുണ്ട്. ED തുടർച്ചയായി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ അതിൻ്റെ സൂചനകൾ തന്നെയാണ് വളരെ വ്യക്തമായി ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പ്രാദേശിക നേതാക്കളുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ളൊരു അന്വേഷണം. ഇപ്പോൾ MP രാജുവിൻ്റെ പേരിൽ തന്നെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. രാജുവിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ കൈമാറിയിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ 5ഓളം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. 5ഓളം അക്കൗണ്ടിലൂടെ ഒട്ടനവധി തുക ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 5 അക്കൗണ്ടുകളിൽ നിന്നും ഒരുമിച്ച പണം ഏറ്റവും അവസാനം അന്വേഷണത്തിലേക്ക് വരുമ്പോൾ, EDയുടെ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഒരുമിച്ച പണം അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 5 അക്കൗണ്ടുകളും കൂടി 72 ലക്ഷം രൂപ മൊത്തമായും പിൻവലിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഓരോ അക്കൗണ്ടുകളിലും വലിയ തുകയാണ് ഉണ്ടായിരുന്നത്. അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടുകൾ ആരുടേതെന്നോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകളിലൂടെ കൈമാറിയ തുക ആർക്കൊക്കെയാണെന്നോ ഇത് ആരുടെയൊക്കെ പണമാണ്, എങ്ങനെയാണ് ഇത് വന്നതെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി അടക്കം ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED അതേ നിലപാട് തുടരുന്നത്. കഴിഞ്ഞ ദിവസവും MM വർഗീസിന് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ EDയുടെ നിലപാട് MM വർഗീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത ദിവസവും ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. നിലവിൽ 2 മാപ്പ് സാക്ഷികൾ ബിജു കരീമും സുനിൽ കുമാറും മാപ്പ് സാക്ഷികളാകുന്നു എന്നതും CPMനെ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഈ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ ഈ മാപ്പ് സാക്ഷികളായവരുടെ മൊഴികൾ, അവർ നൽകിയിട്ടുള്ള മൊഴികൾ, ഒപ്പം തന്നെ അരവിന്ദാക്ഷൻ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള മൊഴികളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ EP ജയരാജനും അടക്കമുള്ളൊരു അടുപ്പം, ഇതിലെ മുഖ്യ ഇടപാടുകാരനായ സതീഷ് കുമാറുമായി അടുപ്പമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായിട്ട് നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം അതെല്ലാം തന്നെ EDയുടെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലും എല്ലാം തന്നെ വളരെ നിർണായകമാവുകയും ചെയ്യും. രഞ്ജിത്ത്, തുടരുക ഡാനി. മറ്റു വാർത്തയിലേക്ക് കൂടി